ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ട തന്ത്രപരമായ ഇടപെടൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ഇന്ത്യയുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെ നമ്മളിപ്പോൾ സ്ഥിരീകരിക്കണം. കാരണം അവിടെ വെറുതെ അങ്ങ് പോവുകയല്ല ചെയ്തത്. അപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ബ്ലാക്ക് ബോർഡിൽ ഡസ്റ്റർ വെച്ച് മായ്ക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് മായ്ക്കാനും പറ്റില്ല. അപ്പോൾ അതിലേക്ക് കടക്കാൻ, ഈ സഹകരണത്തിലേക്ക് കടക്കാൻ ചില കാര്യങ്ങൾ ആ ഉച്ചകോടിയിൽ പറയണം. സാധാരണ ഇത്തരം ഒരു ഉച്ചകോടിയിലൊക്കെ വളരെ അപൂർവം ചില കാര്യങ്ങളാണ് വളരെ പ്രാധാന്യത്തോടെ ഈ അന്താരാഷ്ട്ര സഹകരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില വിഷയങ്ങൾ വരാറ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അപൂർവമാണ് വരാറ്. ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ഒന്നും നോക്കും. അതായത് ഈ കീവിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പുടിൻ പരാമർശം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഈ നാറ്റോ ഇടപെടലോ അല്ലെങ്കിൽ ഈ പാശ്ചാത്യ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഈ ഉച്ചകോടിയിൽ, ഷാങ്ഹായ് ഉച്ചകോടിയിൽ പുടിൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഗാൽവാൻ താഴ്വരയിലെ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പുടിൻ അവിടെ ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ. ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയും ആ നിലയ്ക്ക് ആ അടുത്ത സഹകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞു. പ്രശ്നങ്ങൾ പറയാതെ നമുക്ക് സഹകരണത്തിലേക്ക് പോകാൻ കഴിയില്ല. ഈ ഉച്ചകോടിയുടെ ഏറ്റവും സുന്ദരമായൊരു വശം അതാണ്. ആ പ്രശ്നങ്ങളെല്ലാം അവിടെ പറഞ്ഞു, എന്നിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് സഹകരണത്തിലേക്ക് കിടക്കുക. ഇന്ത്യ അത് നേരത്തെ തന്നെ ഈ സെക്യൂരിറ്റി, കണക്ടിവിറ്റി, പിന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി, ഇതാണ് ഈ പറയുന്ന SCOയെ ഇന്ത്യ നിർവചിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇന്ത്യ തേടുന്നത്. ആ കാര്യത്തിൽ ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പറയാൻ കഴിഞ്ഞു. മാത്രമല്ല, നരേന്ദ്രമോദിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉക്രൈനുമായുള്ള റഷ്യയുടെ പ്രശ്നത്തെ പുടിൻ തന്നെ പരാമർശിച്ചു. അതുമായി ബന്ധപ്പെട്ട് സമാധാനത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഈ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ ഈ വിഷയത്തിലെ നിലപാട് ഗംഭീരമാണ്. മാത്രമല്ല, ഈ ഐക്യം എന്നത് സാധ്യമാണ് എന്ന് കൂടുതൽ വ്യക്തമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്.